ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറൈറ്റി രുചിയിലുള്ള ഒരു ചിക്കൻ ഗ്രേവിയാണ്. ദം ചിക്കൻ ഗ്രേവി. വെറൈറ്റി ടേസ്റ്റിലുള്ള ഈ കിഡിലൻ ചിക്കൻ ഗ്രേവി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വെറൈറ്റി രുചിയിലുള്ള ഈ ഒരു ദം ചിക്കൻ ഗ്രേവി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 10-12 കാഷ്യൂ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് 1 മിനിറ്റ് മാത്രം ഈ കാഷ്യൂ നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സ് നമ്മൾ 1 മിനിറ്റ് നേരം മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 5 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള തേങ്ങ ചിരവിയത് കൂടിയാണ്. തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തേങ്ങ ചിരവിയതും കാഷ്യൂ നട്ട്സും കൂടി ഒന്നുകൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങ ചിരവിയതും കാഷ്യൂ നട്ട്സും കൂടി 3 മിനിറ്റ് ഒന്നുകൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ഒരു സ്മെല്ലാണ് വരുന്നത്. ഈ ഒരു സമയത്ത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ മിക്സ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്ത് വെറും 1/2 ഗ്ലാസ് മാത്രം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഈ ഒരു മിക്സ് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ദം ചിക്കൻ ഗ്രേവി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ 1 കിലോ വരുന്ന ചിക്കൻ മീഡിയം വലുപ്പത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ബ്ലെൻഡറിൽ അരച്ച് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും കോക്കനട്ടും കൂടിയിട്ടുള്ള പേസ്റ്റാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ പ്യൂരിയാണ്. നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 ടൊമാറ്റോ വെള്ളം ഒട്ടും ചേർക്കാതെ ബ്ലെൻഡറിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസ്തൂരി മേത്തിയാണ്. കസ്തൂരി മേത്തി കയ്യിലില്ലാത്തവരാണെങ്കിൽ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ചിക്കൻ നമ്മൾ ദം ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വീണ്ടും പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം. പാന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കൊരു 4 ഗ്രാമ്പൂ, 4 ഏലക്ക, 1 പീസ് പട്ട ചെറുതായിട്ട് പൊട്ടിച്ചത് കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 സവാള നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. സവാള കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവണം. അതുവരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാള 4 മിനിറ്റ് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചിക്കൻ ഗ്രേവി നമുക്ക് നെയ്ച്ചോറ്, കുബൂസ്, പൊറോട്ട, അപ്പം, ചപ്പാത്തി ഇതിലേക്കെല്ലാം നല്ല കിഡിലൻ കോമ്പിനേഷനാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ഒരേ തരത്തിലുള്ള ചിക്കൻ ഗ്രേവി തന്നെ ഉണ്ടാക്കാതെ ഇതുപോലെ വെറൈറ്റി ചിക്കൻ ഗ്രേവികളൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ ഒരു ചിക്കൻ ഗ്രേവി നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ പാൻ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ ദം ചിക്കൻ ഗ്രേവി 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചും 5 മിനിറ്റ് നമ്മൾ തുറന്നു വെച്ചുമാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യത്തിന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഓയിലെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ ദം ചിക്കൻ ഗ്രേവി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തതെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.